ഇന്ന് ഇന്ന് ഏപ്രിൽ 4. ഇതുവരെ OTT റിലീസ് ചെയ്ത സിനിമകളെയും ഇനി OTT റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളെയും കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ധ്യാൻ ശ്രീനിവാസനെയും അതുപോലെ തന്നെ ദിവ്യപിള്ള എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ് ജയിലർ എന്ന സിനിമ. സിനിമ ഇപ്പോൾ മനോരമ മാക്സ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ സ്ട്രീം ചെയ്തിട്ടുണ്ട്. സിനിമ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ കണ്ടു. ഇനി അടുത്തതായി മച്ചാൻ്റെ മാലക എന്ന സിനിമയാണ്. സൗബിൻ ഷാഹിർ എന്ന നടനെയും അതുപോലെ തന്നെ നമിത പ്രമോദ്, അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ, ദിലീഷ് പൂത്തൻ എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ് മച്ചാൻ്റെ മാലക. സിനിമ ഇപ്പോൾ മനോരമ മാക്സ് എന്ന OTT പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഇതും റിലീസ് ചെയ്തിരിക്കുന്നത്. കാണാത്തവരാണെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കൂ. അടുത്ത സിനിമ കുടുംബശ്രീയും കുഞ്ഞാടും എന്ന സിനിമയാണ്. സിനിമ ഇപ്പോൾ സൺനെക്സ്റ്റ് എന്ന യൂട്യൂബ് OTT പ്ലാറ്റ്ഫോമിലൂടെ സ്ട്രീം ചെയ്തിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ, അതുപോലെ തന്നെ മണിയം പിള്ള രാജു എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ് കുടുംബശ്രീയും കുഞ്ഞാടും. OTT റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളെ കുറിച്ച് പറയുകയാണ്. പൈങ്കിളി എന്ന സിനിമ സജിൻ ഗോപു അതുപോലെ തന്നെ അനശ്വര രാജനൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ് പൈങ്കിളി എന്ന സിനിമ. സിനിമ ഇവരെന്ന് ഏപ്രിൽ 11 മനോരമ മാക്സിൽ തന്നെയാണ് OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. പ്രാവിൻകൂട് ഷാപ്പ്, അൻവർ റഷീദ് പ്രൊഡക്ഷനിൽ ബേസിൽ ജോസഫ്, അതുപോലെ തന്നെ സൗബിൻ ഷാഹിർ, ചെമ്പ വിനോദൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ് പ്രാവിൻകൂട് ഷാപ്പ്. പ്രാവിൻകൂട് ഷാപ്പ് എന്ന സിനിമ ഏപ്രിൽ 11 സോണി ലൈവ് എന്ന OTT പ്ലാറ്റ്ഫോമിലാണ് സിനിമ OTT റിലീസ് ചെയ്യുന്നത്. ഏതായാലും നമുക്ക് സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. അടുത്തതായി മലയാളത്തിൻ്റെ ഒരേ ഒരു മെഗാസ്റ്റാർ മമ്മൂക്കയെ നായകനാക്കി ഗൗതം വാസുദേവ് മേനൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പർസ്. മമ്മൂക്ക, അതുപോലെ തന്നെ ഗോകുൽ സുരേഷ് എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തിയ സിനിമയാണ് ഡൊമിനിക്. സിനിമ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഏതായാലും ഈ വരുന്ന ഈ വീക്കിൽ അല്ലെങ്കിൽ അടുത്ത വീക്കിലോ അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിന് അവസാനത്തോടെ OTT റിലീസ് ചെയ്യുമെന്നാണ് നമുക്കറിയാൻ പറ്റിയത്. ഏതായാലും സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം അടുത്ത ദിവസങ്ങളിൽ തന്നെ വരട്ടെ. അതുവരെ നമുക്ക് കാത്തിരിക്കാം. സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. നിങ്ങളുടെ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമ ഏതാണെന്ന് കമൻറ്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.